അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ഒരു മുസ്ലിമായ ബുദ്ധിയും ശുദ്ധിയും ഓർമ്മയുമുള്ള ഒരു മനുഷ്യന് നിസ്കാരം ഒഴിച്ചുകൂടാൻ നിർവാഹമില്ല. അതേത് അവസ്ഥയിലാണെങ്കിലും. അതിന്റെ ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ്, ഇരുന്നിട്ട്, കിടന്നിട്ട്, മലർന്നു കിടന്നിട്ട്, ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അത് വിശദീകരിക്കലല്ല എൻ്റെ ലക്ഷ്യം. ഇവിടെ നിസ്കാരത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ അറിയാതെ നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ ഹറാമ് കടന്നുകൂടുന്നു എന്ന് ഒരു ഉസ്താദ് പറയുന്നത് ഞാൻ കേട്ടപ്പോ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അതായത് നമ്മൾ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ സലാം വീട്ടാറുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇങ്ങനെയാണ് സലാം വീട്ടാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല വീട്ടേണ്ടത്. അതായത് അസ്സലാമു അലൈക്കും എന്നുള്ള ആ മീമ് പറയുന്നത് വരെ തല തിരിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇങ്ങനെയാ ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കാരണം ആ സലാം പറഞ്ഞിട്ട് മീമ് മൊഴിയുന്നത് വരെ നമ്മൾ നിസ്കാരത്തിലാണ്. അപ്പൊ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഹറാമ് കടന്നുകൂടിയാൽ നിസ്കാരം ബാത്തിലാവൂലേ? വളരെ കൃത്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഈ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയമാണ്. നമ്മൾ എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നത്? അതായത് നിസ്കാരത്തിലേക്ക് നിന്നിട്ട് നിയത്ത് കരുതിയിട്ട് അല്ലാഹു അക്ബർ അല്ലേ? എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കൈ ഉയർത്തലോടുകൂടെ തക്ബീർ കഴിയണം. ഇതെങ്ങനെ? അല്ലാഹു അക്ബർ, അതായത് കൈ ഇവിടെ എത്തുമ്പോഴത്തേനും തക്ബീർ കഴിയണം എന്നർത്ഥം. അല്ലാതെ അല്ലാഹു അക്ബർ ഇങ്ങനെയല്ല. പകുതി തക്ബീർ കൈ ഉയർത്തുമ്പോഴും പകുതി തക്ബീർ കൈ കെട്ടുമ്പോഴും അല്ല. അല്ലാഹു അക്ബർ കൈ താഴ്ത്തുമ്പോ തക്ബീർ ഇല്ല. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.